hello മക്കളെ, വെൽക്കം ബാക്ക് ടു ദി എജിപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ആണ് നിങ്ങളുടെ സ്വന്തം വർണ്ണിത മിസ് ആണ്. സോ ആനുവൽ എക്സാം ഇസ് അറൗണ്ട് ദി കോർണർ അല്ലേ? അടുത്തെത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേസ്റ്റ് ചെയ്യാനായിട്ട് ഒട്ടും ടൈമില്ല. സോ എങ്ങനെയാണ് പരീക്ഷനെ കൃത്യമായിട്ട് ഫേസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലേ? മിസ് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക, ഏതൊക്കെ ലെസൺസ് ആണ് കൂടുതൽ പഠിക്കേണ്ടത്, ഏതൊക്കെ ലെസൺസ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ എന്റെ മക്കൾക്ക് ഉണ്ടാവും. സോ എന്റെ മക്കളുടെ ആ ഒരു ഡൗട്ട് എല്ലാം തീർക്കാൻ വേണ്ടിയാണ് മിസ് ഈ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആനുവൽ എക്സാമിന് ഇംഗ്ലീഷ് എന്തൊക്കെ പഠിക്കണം, എത്രയും പഠിക്കണം എന്നുള്ളത് മിസ് ഇന്ന് സെറ്റാക്കി തരുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് വീഡിയോന്റെ അകത്ത് എന്തെങ്കിലും കൂടുതൽ ചോദിക്കാനുണ്ടെങ്കിൽ അത് കമന്റും ചെയ്യാം. അപ്പൊ മിസ് അതിന് റിപ്ലൈ തരുന്നതാണ്. ഓക്കേടാ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, എന്താണ് നമുക്ക് ആനുവൽ എക്സാം നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ എ ഗ്രേഡ് നേടേണ്ടത് അല്ലെ? അപ്പൊ ഇന്ന് മിസ് പറയുന്ന തരുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, യെസ്, നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ എ ഗ്രേഡ് ഉറപ്പാണിടാ. അപ്പൊ നിങ്ങൾ റെഡി ആണെങ്കിൽ റെഡി എന്നൊന്ന് കമന്റ് ചെയ്തേ. യെസ്, റെഡി എന്നൊന്ന് കമന്റ് ചെയ്യാ. അപ്പൊ റെഡി, നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. എന്താണെടാ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ മിസ് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് മുന്നുള്ള വർഷങ്ങളിലെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ മിസ് പറഞ്ഞു തരുന്നത്. പിന്നെ വേറെ കാര്യം എന്താ ചെയ്യല്ല, ഈ ടെക്സ്റ്റ് അല്ലെ, ഇപ്പൊ നിങ്ങൾ ഈ 6ാം ക്ലാസ്സിൽ ഈ ടെക്സ്റ്റ് പഠിക്കുന്ന ലാസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് നിങ്ങളാണ് കേട്ടോ. യെസ്, ഇനി നിങ്ങൾ അനിയന്മാരും അനിയത്തിമാരും തൊട്ട് എങ്ങനെയാണ് പുതിയ ടെക്സ്റ്റ് ആയിരിക്കും മിക്കവാറും പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കടാ, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ നോക്കാം. ഒന്നാമത്തത് ഒരു പോയം കോംപ്രഹെൻഷൻ ആയിരിക്കും. പോയം കോംപ്രഹെൻഷൻ ഉള്ള പേര് കേട്ട് ഞെട്ടണ്ട. നിങ്ങൾക്കിപ്പോ ഒരുപാട് കവിതകളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പഠിക്കാനില്ലേ? പക്ഷെ ആ കവിതകളൊന്നും അല്ലാതെ പുറത്തു നിന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞൊരു കവിത, ഒരു 7-8 ലൈൻസ് അല്ലെങ്കിൽ മാക്സിമം 10 ലൈൻസിലുള്ള ചെറിയൊരു കവിത തരും. എന്നിട്ട് നിങ്ങളടുത്ത് ആ പോയം വായിച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ആ ക്വസ്റ്റ്യൻസിനകത്ത് വരാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് ഓൾറെഡി മിസ് പറഞ്ഞേക്കാം. ഒന്നിടാ, ഈ പോയം ആ ഒരു ചെറിയ കവിതേനെ ബേസ് ചെയ്തിട്ടാണേ. ഒന്ന്, ആ കവിതയ്ക്ക് നിങ്ങളോട് ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി പറയും. എന്താ മക്കളെ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ടൈറ്റില്? യെസ്, എന്താണ് ടൈറ്റിൽ എന്ന് പറയാല്? ആ ഒരു കവിതയ്ക്ക് ഒരു തലക്കെട്ട് അല്ലെ, അതിനൊരു പേര് കൊടുക്കാനാണ് അല്ലെ. സോ ആ കവിത വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുക. സിമ്പിൾ ആണേ, ഈസി ആണേ. രണ്ടാമത്തത് അതിന്റെ യെസ് അതിലെ റൈമിംഗ് വേർഡ്സ്. എന്താണ് അതിലെ റൈമിംഗ് വേർഡ്സ് കേട്ടോ. യെസ്, അതിലെ റൈമിംഗ് വേർഡ്സ് ഉണ്ടാവും. ആ പോമിൽ മിക്കവാറും റൈമിംഗ് വേർഡ്സ് ഉണ്ടാവും. സോ ആ റൈമിംഗ് വേർഡ്സ് നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്തിട്ട് അത് എഴുതുക. അപ്പം ആ ഒരു 2 ക്വസ്റ്റ്യൻസ്, ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനകത്ത് ആ ക്വസ്റ്റ്യൻസിനകത്ത് 2 ക്വസ്റ്റ്യൻ, ഒന്ന് മിക്കവാറും നിങ്ങളോട് അതിന് ആ ഒരു കവിതയ്ക്ക് പേര് കൊടുക്കാനോ ടൈറ്റിൽ കൊടുക്കാനായിരിക്കും. പിന്നൊന്ന് അതിലെ റൈമിംഗ് വേർഡ്സ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ തോട്ട്സ് ആണ്. യെസ്, തോട്ട്സ്, നമ്മൾ ഒരുപാട് തോട്ട്സ് അല്ലേ മിസ്, ഞങ്ങൾ കുറെ തോട്ട്സ് ഒക്കെ 4ാം ക്ലാസ് തൊട്ട് കാണാൻ തുടങ്ങിയാണ്. സോ തോട്ട്സ് ഒന്നും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല അല്ലെ. ഇനി ആരുടെയൊക്കെ തോട്ട്സ് ചോദിക്കാനാണ് സാധ്യതയുള്ളത്? ഒന്ന്, നമുക്ക് നമ്മുടെ ബാക്ക് ഇങ്ങോട്ട് തുടങ്ങാം അല്ലെ. യെസ്, നമ്മുടെ രാധയുടെ ലെസന്റെ അകത്ത് രാധയുടെയോ അമന്റെയോ ഒക്കെയാണ് മിക്കവാറും തോട്ട്സ് അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത്. രാധയുടെയോ അമന്റെയോ തോട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലെവർ കാർലയിൽ നിന്നും കാർലയുടെ തോട്ട്സും അതേപോലെ തന്നെ കാർലയുടെ ഫാദറിന്റെ തോട്ട്സ്, ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ മിസ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ സമയത്ത് സിൻഡ്രല്ലയുടെ അകത്തുനിന്നും ക്വസ്റ്റ്യൻ കണ്ടിട്ടോ. സിൻഡ്രല്ലയുടെ തോട്ട്സ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള കുറച്ച് തോട്ട്സ്. അപ്പൊ തോട്ട്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളാണ് ആ ഒരു ക്യാരക്ടർ അല്ലെ. ഇപ്പൊ രാധയുടെ തോട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് രാധ എന്നുള്ള പോലെ വേണം എഴുതാനായിട്ട്. ഓക്കെ, അപ്പം ഐ ആം വെരി ഹാപ്പി ടുഡേ അല്ലെ, ഐ കുഡ് സേവ് ഹിം ഫ്രം ദി റിവർ അല്ലെ, എനിക്ക് അവനെ അല്ലെ പുഴയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? യെസ്, സോ അതാണ് രണ്ടാമത്തെ മിക്കവാറും തോട്ട്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നൊന്നിടാ കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭാഷണമാണ് അല്ലെ. യെസ്, അപ്പൊ ഈ കോൺവെർസേഷൻ ആര് തമ്മിലുള്ളതായിരിക്കാം? ആര് തമ്മിലുള്ള കോൺവെർസേഷൻ? ഗ്ലാസ് ഓഫ് മിൽക്കിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കോൺവെർസേഷൻ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ പിന്നെ വേറെ ഏത് ലെസൺ ആണ്? യെസ്, നമ്മുടെ
ക്ലെവർ കാർലേന്റെ അകത്ത് അല്ലെ, ക്ലെവർ കാർലേന്റെ അകത്ത് തിരിച്ച് അവൾ വീട്ടിൽ വന്ന ശേഷം ഫാദറുമായിട്ട് നടത്താൻ ചാൻസ് ഉള്ള ഒരു കോൺവെർസേഷൻ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത്, റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞ ലെസണില് അതിന്റെ അകത്ത് ബഷീറും അദ്ദേഹത്തിന്റെ വൈഫും അല്ലെങ്കിൽ ബഷീറിന്റെ വൈഫും അവരുടെ ആ ഒരു കസിൻ ബ്രദറും നാട്ടുകാരും തമ്മിലൊരു കോൺവെർസേഷൻ ആവാം. ഇങ്ങനെയുള്ള തരത്തിലുള്ള എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് മിസ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളത് സിൻഡ്രല്ലയില്ലേ, സിൻഡ്രല്ലിന്റെ അകത്തുനിന്ന് അവരുടെ സിൻഡ്രല്ലയുടെയും ആ പ്രിൻസിന്റെയും കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ കല്യാണം ഉറപ്പിച്ചു. അല്ലേ പ്രിൻസസ് എന്ത് ചെയ്യാണ്, സിൻഡ്രല്ല എന്ത് ചെയ്യണ്ട, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് അവളുടെ ഷൂ മിസ് ആവുന്നൊക്കെ ഇല്ലേ. സോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരു വർഷം. നമുക്ക് ഇനി കൂടുതൽ വേറെ പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ മിസ്സിന് തോന്നണേ, മിസ് പ്രെഡിക്റ്റ് ചെയ്യാണ് ഏതാണ് ചാൻസ്, നമ്മുടെ ചാമ്പ് അല്ലെ, ദ ചാമ്പ് എന്ന് പറഞ്ഞ ആ ലെസന്റെ അകത്തുനിന്നും എന്താണ് രാധ ആ ഒരു സിങ്കിങ് അല്ലെ, സിങ്കിങ് എന്ന് പറഞ്ഞാൽ മുങ്ങിത്താഴ് അല്ലെ, ആ മുങ്ങിത്താഴുന്ന ബോയിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ചൂടെ. യെസ്, അതിനും ഒരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എടാ പോസ്റ്റർ ആണ് കേട്ടോ. യെസ്, പോസ്റ്ററും മിക്കവാറും വർഷങ്ങൾ ഉറപ്പായിട്ടും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റർ. പോസ്റ്റർ എന്തിന്റെ മേലേക്ക് വരാൻ ചാൻസ് ഉണ്ട്, മിക്കവാറും നേച്ചർ കൺസർവേഷൻ, അതായത് പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റർ ആണ് കൂടുതലായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കൽ, നമ്മളെ ലാസ്റ്റ് 5th യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു യൂണിറ്റ് ആണല്ലോ. സോ അതിനെ കുറിച്ച് മിക്കവാറും പോസ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെടാ റീഅറേഞ്ചിങ് ദ ഓർഡർ. റീഅറേഞ്ചിങ് ദ ഓർഡറിൽ നിന്നും ഇതേപോലെ തന്നെ 2-3 വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ലെസന്റെ അകത്തുനിന്ന് അതിനെന്ത് ചെയ്യും, ഓർഡർ, അതായത് ആ ഒരു സ്റ്റോറിയുടെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് ഒരു 5-6 പോയിന്റ് ആക്കി തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ കൃത്യമായിട്ട് ആ പോയിന്റ്സ് അല്ലെ ഏത് ഓർഡർ ആണ്. ഇപ്പൊ സിൻഡ്രല്ലാന്റെ ലെസൺ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഓർഡർ ഉണ്ടല്ലോ അല്ലെ. സിൻഡ്രല്ല എന്താണ്, അവളുടെ വീട്ടിൽ വളരെ വിഷമിച്ചിരിക്കുന്ന കുട്ടിയായിരുന്നു അല്ലെ. അപ്പൊ അവളുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സും സ്റ്റെപ്പ് മദറും അവളെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. അതിനുശേഷം അവിടെ ആ നാട്ടിലൊരു ബോൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, പ്രിൻസ് എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യാണ് അല്ലെ. അങ്ങനെ ആ കഥയ്ക്ക് ഒരു ഓർഡർ ഇല്ലേ. സോ ആ ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്നാൽ എന്താണ്ടാ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എഡിറ്റിംഗ്, ഇത് കൺഫേം ആണ് കേട്ടോ. ഉറപ്പായിട്ടും ഒരു എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി ഈ എഡിറ്റിംഗ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടി വരിക, ഒന്ന് സ്പെല്ലിംഗ് ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഒരു വേർഡിന് സ്പെല്ലിങ് മിക്കവാറും അവർ തെറ്റിച്ചു തരും. അപ്പൊ അതിന്റെ താഴെ ആ തെറ്റുള്ളതിന്റെ താഴെ അവർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ നോക്കുക, മിക്കവാറും 4-5 അണ്ടർലൈൻ ഉണ്ടാവുക. അപ്പൊ ആ അണ്ടർലൈൻ ചെയ്തത് കണ്ടു കഴിഞ്ഞാല് അവിടെ തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആ തെറ്റുള്ളത് കണ്ടുപിടിച്ചിട്ട് പിന്നെ നിങ്ങൾ നോക്കണത് സ്പെല്ലിങ്ങിനാണോ അവിടെ പ്രശ്നം, അല്ലെങ്കിൽ ടെൻസ് ആവാം. അതായത് മിക്കവാറും പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റാനുണ്ടാവും കേട്ടോ, പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റാനുണ്ടാവും. അതാണ് വേറൊരു സാധ്യതയുള്ളത്. പിന്നെ അതേപോലെ തന്നെ മക്കളെ പങ്ക്ച്വേഷൻ. എന്താണെടാ പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാല്, യെസ് പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാല് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്, ഇതൊക്കെ ചിലപ്പം കാണാതിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതൊക്കെയാണ് മിക്കവാറും സ്പെല്ലിങ്, ടെൻസ്, പങ്ക്ച്വേഷൻ, പിന്നെ വേറെന്താ, യെസ് ഇതൊക്കെയാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് നോക്കി വെക്കേണ്ടത്. ഇതൊക്കെ മിക്കവാറും തെറ്റിച്ചിട്ടായിരിക്കും ആ ഒരു എഡിറ്റിംഗിന്റെ അകത്ത് ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി യെസ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ, മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കാണുന്ന വേറെ ക്വസ്റ്റ്യൻ ആണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾക്ക് ഒരു ചിത്രം തരും, നിങ്ങൾ ആ ചിത്രം നോക്കിയിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതുക. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. നെക്സ്റ്റ് പസിൽ ആണ്. പസിൽ എന്ന് പറയുമ്പോൾ ക്രോസ് വേർഡ് പസിൽ ആയിരിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലടാ, യെസ് ഇങ്ങനെ കുഞ്ഞി അല്ലേ സ്ക്വയർ തരും, എന്നിട്ട് അതിനെ വെച്ചിട്ട് എന്താ പറയാ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് പോവേണ്ട അല്ലെ. യെസ് ലെഫ്റ്റും റൈറ്റും ആയിട്ട് അതിനാണ് ക്രോസ് വേർഡ് പസിൽ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ക്രോസ് വേർഡ് പസിൽസും ചില വർഷങ്ങളിൽ കാണാറുണ്ട്. ലാസ്റ്റ് ഡയറി അല്ലെ. തോട്ടും ഡയറിയും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഡയറി ആവുന്ന സമയത്ത് നമ്മള് ഡിയർ ഡയറി എന്നൊക്കെ പറഞ്ഞു, അതുപോലെ ഡയറിയുടെ ഒരു പേജ് പോലെയൊക്കെ ആക്കിയിട്ട് എഴുതും. തോട്ട് ആവുന്ന സമയത്ത് കുറച്ചും കൂടെ ഷോർട്ട് ആയിരിക്കും. പിന്നെന്താണ്, യെസ് അതിനകത്ത് ഡിയർ ഡയറി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേജിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ. യെസ് അപ്പൊ ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്റെ മക്കൾ പ്രതീക്ഷിക്കേണ്ടത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചോദിക്കാനും പോകുന്നുള്ളൂ. ഇനി ഏത് ലെസൺസിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളത് നോക്കിയാലോ.
ക്ലെവർ കാർല എന്ന് പറയുന്ന ലെസൺ എന്തായാലും നിങ്ങൾ പഠിച്ചോളൂ. അതിൻ്റെ അകത്ത് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഗ്രെയിൻ ആസ് ബിഗ് ആസ് ഹെൻസ് എഗ്. ഓക്കെ, ഗ്രെയിൻ ആസ് ബിഗ് ആസ് ഹെൻസ് എഗ്ഗിൽ നിന്നും ചില വർഷങ്ങളിൽ അല്ലെ, ഇതൊക്കെ കുറച്ചുകൂടെ മുന്നോട്ടുള്ള ലെസൺ ആണ്. പക്ഷെ എന്താണ്, ചില വർഷങ്ങളിൽ ആനുവൽ എക്സാമിന് ക്വസ്റ്റ്യൻ അവിടെ നിന്നും കണ്ടിട്ടുണ്ട് കേട്ടോ. ദ ചാമ്പർ, ഗ്ലാസ് ഓഫ് മിൽക്ക്, ഇത് രണ്ടും നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത്. കൂടുതൽ ക്വസ്റ്റ്യൻസും ദ ചാമ്പ് എന്നാണ് കേട്ടോ. ചാമ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സോ ദ ചാമ്പ് നന്നായിട്ട് പഠിക്കുക. ഗ്ലാസ് ഓഫ് മിൽക്കിനും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സിൻഡ്രല്ല അല്ലെ, സിൻഡ്രലിന്റെ അകത്തും ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും ലെസൺസ് എന്താണെങ്കിലും പഠിച്ചു വെക്കുക. ബാക്കിയുള്ള ലെസൺസ് പഠിക്കേണ്ടതല്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബഷീറിന്റെ ലെസൺ അല്ലെ, ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത്, ആ ലെസണൊക്കെ നന്നായിട്ട് വായിച്ച് പഠിച്ചു വെക്കുക. മിസ് ഇവിടെ കൊടുക്കാൻ വേണ്ടി മറന്നു വരാം കേട്ടോ. ആ ലെസൺസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത്രയും ലെസൺസ് അത്യാവശ്യം നന്നായിട്ട് നോക്കുകയും പിന്നെ ഈ കാണിച്ച ക്വസ്റ്റ്യൻസ് ഏകദേശം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ളൊരു എബിലിറ്റി കൂടി ഉണ്ടെന്നാണെങ്കിൽ മക്കളെ ഒന്നും പേടിക്കേണ്ട. A+ അല്ലെങ്കിൽ A ഗ്രേഡ് അത് നിങ്ങൾക്കുള്ളതാണ്. അപ്പം ഇനി ഒന്നും പേടിക്കാണ്ട, നമ്മൾ എക്സാമിന് ഫേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളുടെ എഡ്യൂപോർട്ടിന്റെ ലൈവുകൾ ഉണ്ടാവും. ആ ലൈവുകളൊക്കെ കൃത്യമായിട്ട് കാണാം. എല്ലാ ലൈവും കൃത്യമായി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ്, മിസ് ഉറപ്പ് തരുവാണ്, നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഓക്കെടാ, ഇനി നമുക്ക് ആ ലൈവുകൾക്ക് കാണാം. ബൈ.